ആണ്ടിലും സംക്രാന്തിക്കും അമ്പലത്തിൽ പോകുന്ന ഞങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ അമ്പലത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ എക്സാം എടുക്കണം അല്ലെങ്കിൽ റിസൾട്ട് വരാനാവണം. 3 എണ്ണം കുളിച്ച് ഒരുങ്ങി വരിക എന്ന് പറയുന്നതും കാട്ടിൽ ആനേനെ മേയ്ക്കുന്നതും ഒരുപോലെ. അലൂമിനിയൻ്റെ വട്ട കമത്തി വെച്ച പോലത്തെ ഈ കമ്മലോട് സെലക്ട് ചെയ്യാൻ തന്നെ എടുത്ത് അരമണിക്കൂർ. മറ്റേതിന് ഡ്രസ്സില്ല എന്ന് പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് പോരെ, ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് കെട്ടിയെടുത്തപ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഞാൻ അവളോടൊന്ന് ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ പറഞ്ഞു. അതപ്പോൾ കണ്ടതേ. ഞാൻ പ്രകൃതി ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും ഇവർ എന്നെ കൂട്ടാതെ അമ്പലത്തിൽ കയറി. വിചാരിച്ച പോലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി എങ്ങാനും ദൈവം ലീവ് എടുത്ത് കാണോ. പറഞ്ഞു തീർക്കാൻ കുറേ ഉള്ളതുകൊണ്ട് ഓരോരുത്തരെടുത്ത് പോയിട്ട് ഓരോന്നോരോന്ന് പറയാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നടക്കല്ലോ. ഏത് അമ്പല വിസിറ്റ് കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ് എന്തേലുമൊക്കെ പറയാം, ഞാൻ വീഡിയോ ഉണക്കി തരാം. കാക്കക്കൂട്ട് കല്ലെറിഞ്ഞ പോലത്തെ ഇവർ 2 എണ്ണം കൂടി ഒരുമിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഏത് ഭാഷയാണാവോ ഇത്? ഡിറ്റക്ട് ചെയ്യാനുള്ള യന്ത്രം എന്തായാലും എൻ്റെ ഫോണിലില്ല. പക്ഷെ റോഡുമിൽ ഇറങ്ങിയിട്ട് ഇവരെ തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. ലുക്ക് മാത്രമല്ലേ ഉള്ളൂ, തുറന്നാൽ പോയില്ലേ, പറഞ്ഞിട്ട് എന്ത് കാര്യം.